ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്കിന്നൊരു തനി നാടൻ കായ തോരനായാലോ. വെൽക്കം ടു മൈ ചാനൽ. ഇതിലേക്കായി 2 പച്ചക്കായാണ് ഞാൻ എടുക്കുന്നത്. ഒരു വലിയ സവാള, ഒരു ഉണ്ടമുളക്. പച്ചക്ക തോല് കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുക. ഇത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കേണ്ടതാണ്. അതിനുശേഷം നല്ല വെള്ളത്തിലിട്ട് ഒന്ന് നന്നായി കഴുകിയെടുക്കേണ്ടതാണ്. കാരണം ഇതിൽ കറയുണ്ട്, അത് പോകാൻ വേണ്ടിയാണ്. സവാളയും വളരെ ചെറുതായിട്ട് അരിഞ്ഞതും മുളകും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. ഇനി ഇത് തയ്യാറാക്കുന്നതിനേക്കായി ഒരു പാൻ അടുപ്പിൽ വെക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പെട്ടെന്ന് തന്നെ വേവുന്നതിനാൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാവുന്നതാണ്. ഇടയ്ക്കൊന്ന് അടുത്ത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പ് തയ്യാറാക്കുന്നതിനേക്കായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ കോക്കനട്ട്, അതായത് തേങ്ങ ചിരകിയത് ചേർക്കുക. ഒരു വലിയ അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്കായി 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ അരപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന കായലേക്ക് ചേർക്കാവുന്നതാണ്. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കായത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് നേരം കൂടി അടച്ച് വെച്ചിരുന്നാൽ ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാം. ഇത് ചൂട് ചോറിനോട് കൂടി തിന്നാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി തട്ടുപൊളിപ്പൻ റെസിപ്പിയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.